ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ്. അമ്മാ ബഅദ്. സൂറത്തു ത്വാഹ 94 മുതൽ 96 വരെ 3 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഖാല യാ ഇബ്ന ഉമ്മ ലാ തഖുദ്. ഖാല ആവർത്തിച്ചു വന്ന പദമാണ്. ഖാഫും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. ഖാല കടുപ്പത്തിൽ ഉച്ചരിക്കപ്പെടുന്ന ഹർഫാണ്, ഷിദ്ദത്തിൻ്റെ ഹർഫ് കൂടിയാണ് ഖാഫ്. ഖാല എന്നാൽ ഖാഫും അലിഫും തഫ്ഖീം ചെയ്യപ്പെടുന്നു. ശേഷം ലാം തർക്കീഖിൻ്റേതാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. യബ്ന ഉമ്മ ഈ പദത്തിൽ ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. അന്ത്യത്തിൽ വന്ന ഷദ്ദുള്ള മീം മുഷദ്ദദത്തായ മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. യബ്ന ഉമ്മ ലാ തഖുദ്. ലാ തഖുദ് ഇത് ശ്രദ്ധിക്കുക, ഹംസ ക്ലിയറാക്കി. ഷിദ്ദത്തിൻ്റെ ഹർഫാണ്, അത് വ്യക്തമാക്കി ഉച്ചരിക്കണം. ലാ തഖുദ് തഖുദ് എന്നിങ്ങനെ പറയരുത്. ലാ തഖുദ് കടുപ്പത്തോടെ ഉച്ചരിക്കണം ഹംസയെ. ലാ തഖുദ് തഫ്ഖീം ചെയ്യേണ്ട ഹർഫാണ്, ഇസ്തിഅലാൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ്, ഹൽഖിൻ്റെ ഹർഫാണ്. ലാ തഖുദ് ദാൽ പ്രത്യേകിച്ച് പരിശീലിക്കേണ്ട ഹർഫാണെങ്കിലും എല്ലാവർക്കും പരിചയമുണ്ട്. നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗം, മേലെ മുൻപല്ലിൻ്റെ അറ്റം, ഇതാണ് ദാലിൻ്റെ മഖ്റജ്. ഇതിന് റഖാവ എന്ന സിഫത്തുണ്ട്, ലൂസാക്കി. ലാ തഖുദ് എന്ന് അയവോടുകൂടി ഉച്ചരിക്കണം. ബിലിഹ്യതി ബിലിഹ്യതി ഹൽഖിയ അക്ഷരമാണ്, തൊണ്ടയുടെ മധ്യം ആണ് അതിൻ്റെ മഖ്റജ്, ശ്രദ്ധിക്കുക. വലാ ബിറഅസി ഇതിൽ റാഇന് മാത്രം തഫ്ഖീമുണ്ട്, തടിപ്പിച്ചുച്ചരിക്കണം. ഹംസ നേരത്തെ സൂചിപ്പിച്ചു. ബിറഅസി റ എന്ന് കടുപ്പത്തിൽ ഹംസ ഉച്ചരിക്കണം, ബിറഅസി എന്നായി പോകരുത്. ലാ തഖുദ് ബിലിഹ്യതി വലാ ബിറഅസി ബിറഅസി. ഇന്നി ഖശീതു ഇന്നി നൂൻ മുഷദ്ദദയെ മണിക്കണം, ഷദ്ദുള്ള നൂനിനെ മണിച്ചുകൊണ്ട് ചരിക്കുക. ഖശീതു ഖാഇന് മാത്രം തഫ്ഖീം കൊടുക്കുക, ഇസ്തിഅലാൻ്റെ ഹർഫാണ്. അൻ തഖൂല സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചു ചരിക്കണം. എന്നിങ്ങനെ അവ്യക്തമാക്കി മണിക്കണം. തഖൂല തഖൂല ഈ പദത്തിൽ ഖാഫിന് മാത്രം നിസ്ബിയായ തഫ്ഖീമുണ്ട്. തഖൂല ഫറഖത ഫറഖത റാഇന് തഫ്ഖീം കൊടുക്കണം, അത് മുഷദ്ദദത്താണ്, ഷദ്ദുള്ള റാആണ്. തക്രീർ കൂടുതൽ വരാതെ ശ്രദ്ധിക്കണം. ഫർ എന്നിങ്ങനെ വിറച്ചു പോകരുത്. ഫറഖത ഖാഫിന് ഖൽഖല സുഗ്റ വരുന്നു, ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം, സുക്കൂനാണ്, ഖൽഖലയുടെ ഹർഫുകളിൽപ്പെട്ടതാണ്. കൂടാതെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഇസ്തിഅലാഇൻ്റെ ഹർഫുമാണ്. ഫറഖത ബൈന ബനീ ഇസ്രായീൽ. ബനീ എന്നതിലെ യാഇൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ യാഇനെ ദീർഘിപ്പിക്കേണ്ടതാണ്. അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ ഹംസ വന്നതാണ് മുൻഫസിൽ ആയ ഈ ദീർഘമുണ്ടാകുവാനുള്ള കാരണം. ഇസ്റാ എന്ന് പറയുമ്പോൾ റാഇന് തഫ്ഖീം, അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം തടിപ്പിച്ച് ഉച്ചരിക്കണം. ആ ദീർഘമാകട്ടെ മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നിർബന്ധമായും ദീർഘിപ്പിക്കുക. ഇസ്റായീല വലം തർഖുബ് ഖൗലി
വലം എന്നതിലെ സാക്കിനത്തായ മീമിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. തർഖൂബ് റാഇന് തഫ്ഖീമുണ്ട്, ശേഷം ഖാഫിനും തഫ്ഖീം. വലം തർഖൂബ് തർഖൂബ് ഖൗലി ബാഇൻ്റെ സുക്കൂൻ. ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക. ഖൗലി എന്നതിൽ ഖാഫിന് തഫ്ഖീമുണ്ട്, ഇസ്തിഅലാഇൻ്റെ ഹർഫാണ് ഖാഫ്, സൂചിപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇവിടെ ഏത് വചനത്തിലായിരുന്നാലും എപ്പോഴും തഫ്ഖീം ചെയ്യപ്പെടുന്ന എണ്ണപ്പെട്ട അക്ഷരങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാറ്റിനും തർക്കീഖാണ്, എല്ലാം ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖാല ഫമാ ഖത്ബുക, ഖാല ആവർത്തിച്ചു വന്ന പദമാണ്. ഖാഫിനും അലിഫിനും തഫ്ഖീം ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്, അതിനെ ദീർഘിപ്പിക്കുന്ന അലിഫിലും തഫ്ഖീം നിലനിൽക്കുന്നു. ഫമാ ഖത്ബുക തഫ്ഖീം ചെയ്യണം ഇസ്തിഅലാഇൻ്റെ ഹർഫ്. ത്വാഇനും തഫ്ഖീമുണ്ട്, ഖാത്തു. ഈ ത്വാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കണം. ത്വാ ഷിദ്ദത്തിൻ്റെ ഹർഫാണ്, മുത്ബഖാണ്, ഇത്ബാഖിൻ്റെ ഹർഫാണ്. ഖാത്ബുക ഖാത്ബുക യാ സാമിരി യാ സാമിരി. ഇതിൽ യായിൽ ഷദ് നൽകിയാണ് വഖഫ് ചെയ്യുന്നത്. ഷദ്ദുള്ള യായിൽ വഖഫ് ചെയ്യുന്നു, അല്പം ശബ്ദത്തിന് മർദ്ദം നൽകിക്കൊണ്ട് അങ്ങനെ വേണം വഖഫ് ചെയ്യുക. അവിടെ യാ സാമിരി എന്ന് ദീർഘിപ്പിക്കുകയോ യാ സാമിരിയ് എന്ന് ശബ്ദം ചലിപ്പിക്കുകയോ ചെയ്യരുത്. രണ്ടിനും മധ്യയാണ് വേണ്ടത്. യാ സാമിരി. ഖാല വീണ്ടും ആവർത്തിച്ചു വരുന്നു. ഖാഫും അലിഫും തഫ്ഖീം ചെയ്യുക. ബസുർതു ബസുർതു. ഇവിടെ ശ്രദ്ധിക്കുക, സ്വാദ് ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്, അതിന് ദമ്മ്, ശേഷം സാക്കിനത്തായ റാ, അതിനും തഫ്ഖീം. രണ്ടിനും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുന്നു. ബസൂർ ബസൂർ തു തു എന്ന് പറയുമ്പോൾ താ മഹ്മൂസും മുസ്തഫീലുമൊക്കെയായ തർക്കീഖ് ചെയ്യേണ്ട അക്ഷരമാണ്, അതിന് തഫ്ഖീം വരുത്. ബസൂർ തു തു എന്ന് ത്വാ പോലെ ആയി പോകുന്നത് സൂക്ഷിക്കേണ്ടതാണ്. ബസൂർ തു 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 എന്ന ശബ്ദം തന്നെ വരണം അതിന്. ബസൂർ തു ബിമാലം സാക്കിനത്തായ മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. ബിമാലം യബ്സുറു യബ്സുറു ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക. വീണ്ടും സ്വാദ് മദ്മൂം, റാഇനും ദമ്മ് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക, സ്വാദിനെയും റാഇനെയും. ബിമാലം യബ്സുറു ബിഹി. ബിഹി എന്നതിലെ ദീർഘം മദ്ദുസ്സിലത്ത് സുഗ്റ എന്നതാണ്. രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം അതിൻ്റെ യാഇന് ദീർഘം വരുന്നു. വഖഫ് ചെയ്യുമ്പോൾ ബി എന്ന് സുക്കൂൻ നൽകുകയും വേണം. ഫഖബദ്തു ഫഖബദ്തു. ഖാഫിന് തഫ്ഖീമുണ്ട്, മറ്റക്ഷരങ്ങൾക്ക് തർക്കീഖാണ് എന്നത് ശ്രദ്ധിക്കണം. ഫ ഖ ഫ ഖ ബ ഫഖബദ്തു. ദ്വാദിന് തഫ്ഖീമുണ്ട്, ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. ഇസ്തിത്വാല എന്നത് അതിൻ്റെ പ്രത്യേക സിഫത്താണ്. നാവിൻ്റെ സൈഡിൽ നിന്ന് നീളത്തിലാണ് അതിൻ്റെ മഖ്റജ് എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സിഫത്ത് അതിനുള്ളത്. ഈ അക്ഷരം ഉച്ചരിക്കുമ്പോൾ വളരെ സൂക്ഷ്മത വേണം. ഖബദ്തു അതിന് റഖാവത്ത് കൂടിയുള്ള അക്ഷരമാണ്. ശബ്ദം ഒഴുകുന്നു, അതാണ് റഖാവ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖബദ്തു ഖബദ്തു തർക്കീഖ് ചെയ്യേണ്ട അക്ഷരവും. ഫഖബദ്തു ഖബ്ദതൻ ഖബദതൻ എന്ന് പറയുമ്പോൾ ഖാഫിന് തഫ്ഖീമുണ്ട്. അബദ്ധത്തിലെ ബാഇൻ്റെ സുക്കൂനിന് ഖൽഖല സുഗ്റ നൽകുന്നു. ശേഷം ദ്വാദിനും പൂർണ്ണമായ തഫ്ഖീമാണ്. ഖബ്ദതൻ എന്നതിൽ വഖഫ് ചെയ്യുമ്പോൾ ഖബ്ദ എന്ന് സുക്കൂനുള്ള ഹ ആക്കി വഖഫ് ചെയ്യണം. ഖബ്ദതൻ മിൻ തൻവീനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മിൻ എന്നതിലെ സാക്കിനത്തായ നൂനിനെ ഇൽഹാർ
ഹൽക്കി നൽകി. ഇൽഹാർ ഷഫവിയല്ല, ഇൽഹാർ ഹൽക്കി നൽകി, മണിക്കാതെ വെളിവാക്കണം. ശേഷം ഹംസ ഹൽക്കിൻ്റെ അക്ഷരമാണ് എന്നതുകൊണ്ടാണ്. മിൻ അസരി റസൂലി, അസരി എന്നതിൽ റായിന് തർക്കീഖ്, അർ റസൂലി എന്നതിൽ റായിന് തഫ്ഖീം. ഫനബദ്തുഹാ, ഫനബദ്തുഹാ, ദാലിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചതാണ്. അയവോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരം ഫനബദ്തുഹാ. വകദാലിക, വകദാലിക സവ്വലത്, വകദാലിക സവ്വലത് ലീ നഫ്സി, സവ്വലത് ലീ നഫ്സി. സവ്വ, വാവ് പൂർണ്ണമായും രണ്ട് ചുണ്ടുകളിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. താഴെ ചുണ്ടും മേലെ പല്ലും ചേർത്ത് സവ്വ എന്ന് മലയാളത്തിൽ വാ പറയരുത്. സവ്വ, സവ്വലത്. ത മഹ്മൂസ് അക്ഷരമാണ്. സുക്കൂൻ നൽകപ്പെടുമ്പോൾ ഹംസ് വ്യക്തമാകും. സവ്വലത് എന്ന ശബ്ദം. സവ്വലത് ലീ നഫ്സി. ഫാഉം മഹ്മൂസാണ്, ഹംസിൻ്റെ അക്ഷരമാണ്. സവ്വലത് ലീ നഫ്സി. ഫാ, സീൻ ഇതൊക്കെ ഹംസിൻ്റെ അക്ഷരങ്ങളാണ്. പക്ഷേ സുക്കൂൻ വരുമ്പോൾ ആ സിഫത്ത് വ്യക്തമായിരിക്കും കൂടുതൽ. സവ്വലത് ലീ നഫ്സി. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال يا ابن أم لا تأخذ بلحيتي ولا برأسي إني خشيت أن تقول فرقت بين بني إسرائيل ولم ترقب قولي قال فما خطبك يا سامري قال بصرت بما لم يبصروا به فقبضت قبضة من أثر الرسول فقبضت قبضة من أثر الرسول فنبذتها وكذلك سولت لي نفسي